കത്തി കേട്ടോ. ഇത് ഞാൻ ഇന്നലെ എനിക്ക് വന്ന സാധനമാണ് കേട്ടോ. ഇന്നലെ കിട്ടിയതാണ് 400. അപ്പം ഞാൻ അവിടെ അങ്ങ് വെച്ച് കൊള്ളല്ലേ, ക്യൂട്ട്. പാല് കാച്ചാനുള്ള കലം, തവി, അടപ്പ്, കപ്പ് എല്ലാം സെറ്റ്. അല്ല, ആദ്യം ദേ ചവിട്ടി ഉണ്ട്, അണ്ണന് വേണമെങ്കിൽ നോക്കിയോ. ചവിട്ടി അതല്ല ഇത്. സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി. എന്നാ പൊന്നു, ഇന്നാ ചിക്കൻ എടുത്തോ? മോനക്കുട്ടന് വേണ്ടേ? പോലീസാരാ? അത്താണോ പോലീസ്? മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കല്ലേ? അപ്പൊ നമ്മുടെ പാലുകാച്ചിന്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇനി 3 ദിവസമേ ഉള്ളൂ കേട്ടോ പാലുകാച്ചിന്. അപ്പോ എന്ത് വരുന്നപ്പോ ഇപ്പം നമ്മള് പാലുകാച്ചിന്റെ അവിടെ പാലുകാച്ചിന് ഷോപ്പിംഗ് ഉണ്ടല്ലോ, ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പം നമുക്ക് ഈ ഫർഹോള കാര്യങ്ങളൊക്കെ എല്ലാത്തിലും കൂടെ എനിക്കൊരു 40 ഐറ്റംസ് ഇങ്ങനെ ഷോയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് വേണം. 40 അല്ല, 41, 42, 43 ഐറ്റംസ് വേണം. അപ്പം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ചൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും നിങ്ങളെ കാണിക്കാം. പിന്നെ അതിന് ഇടാനുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ മേടിക്കണം. പിന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കാണിച്ചതിനും ഇത് അറേഞ്ച് ചെയ്തതിനും ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. ബാക്കി കാര്യം ഞാൻ ഒരുങ്ങി നിൽക്കുക പോകാനായിട്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഈ ഒരു വീഡിയോ എടുക്കാനും ഈ ഒന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകാൻ വേണ്ടി എത്ര ദിവസമായിട്ട് കാത്തിരിക്കാമെന്നറിയാം. മൊത്തത്തിൽ തിരക്കായിരുന്നു. അപ്പോൾ ഈ ബാഗ് ഞാൻ ഓൾറെഡി തുറന്നിങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഉള്ളതല്ല, ഇത് കുറേ കത്ത കൊണ്ടുവന്നതാണ്. കട്ടിംഗ് ബോർഡ്, പിച്ചാത്തി, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് മാറ്റിയേക്കാം. ഞാൻ തുറന്നിരുന്നോണ്ടൊക്കെ തുറന്നിരുന്നേ കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഇങ്ങനത്തെ സാധനങ്ങൾ, ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത എൻ്റെ സാധനങ്ങളാണ് കേട്ടോ. എന്നിങ്ങനെ തൂവൽ പോലെ വരും. അത് ഞാൻ അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 2, 3 താണ്ടയോ, അത് എടുക്കുന്നതിന് മുമ്പേ കത്തി കേട്ടോ. ഇത് ഞാൻ ഇന്നലെ എനിക്ക് വന്ന സാധനമാണ് കേട്ടോ. ഇന്നലെ കിട്ടിയതാണ്. കൊള്ളാം അല്ലേ? നമ്മുടെ ബെഡ്റൂം അല്ലല്ല, ഇപ്പം ഞാൻ അങ്ങനെ തൊട്ടപ്പോൾ കത്തിയതാണ്. കണ്ട ടച്ച് ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും കത്തും. 2, 3 ലൈറ്റ് ഉണ്ടായി. ഓ, നമുക്ക് കണ്ട വാം ആണോ? ഒരുപോലെയാണോ കാണുന്നത്? കൊള്ളല്ലേ? അപ്പം മുത്തുമണീസ് ഒന്ന് ഇതാണ്. ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. അണച്ചു വെച്ചേക്കാം അല്ലേ? ഓക്കെ. ഇത് ഇന്നലെ കിട്ടിയതാണ്. അണച്ചപ്പോൾ രസമുണ്ടോ? രണ്ടാമത്തെ ബാഗ്. ഈ സാധനം എന്ന് വെച്ചാൽ പൊന്നൂസിന് മോനുകുട്ടനെ നമ്മൾ പിന്നെ സ്കൂളിൻ്റെ ബാഗ് വാങ്ങിച്ച ഇപ്പം കിട്ടിയ ബാഗാണ്. ഇതിനകത്താണ് എല്ലാം കൂടെ തന്നത്. ഇത് നമ്മുടെ ചവിട്ടിയും സാധനങ്ങളൊക്കെ ഞാൻ 2 ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര കളിപ്പീരായിപ്പോയി. അത് വാങ്ങണം, ചവിട്ടി മേടിക്കണം. ഇപ്പം നമുക്ക് മേടിക്കാം, നോക്കട്ടെ. ഇത് ഞാൻ 650 രൂപയ്ക്ക് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. പക്ഷെ വലിപ്പം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരു അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചെറിയ സാധനം, ഇതെനിക്ക് കളിപ്പീര് പറ്റിപ്പോയി. എന്നാലും കുഴപ്പമില്ല, അവിടെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനങ്ങ് വെച്ചേക്കുവാ. ഞാൻ വലിയതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാൻ, ഓൺലൈനിൽ സാധനം മേടിക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് കളിപ്പീരാ കേട്ടോ. പിന്നെ ഇത് 2 ഫ്ലവർ ഇടാനുള്ളതാണ്. 1, 2 ഇതിലത്തേക്ക് നമുക്ക് സാധനം മേടിക്കണം. ഫ്ലവർ മേടിക്കാനുണ്ട്. ഇത് ഞാൻ ഇപ്പം എടുക്കുന്നില്ല. ഓൾറെഡി ഞാൻ ഇത് പൊട്ടിച്ചതാ കേട്ടോ. ഇത് അതിലത്തേക്ക് ഫ്ലവർ മേടിക്കണം. പിന്നെ പിന്നെയുള്ള സാധനം കണ്ടോ, ഇതിലത്തേക്കും നമുക്ക് ഫ്ലവർ മേടിക്കണം കേട്ടോ. കൊള്ളല്ലേ, ക്യൂട്ട്. ഇതൊരു കുടമാണ്. ഇതിനകത്ത് പൂക്കളും സാധനങ്ങളൊക്കെ ഇടണം. പൂക്കളൊക്കെ മേടിക്കണം. അങ്ങനെയുള്ള സംഭവത്തിനാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഞാൻ പോകുന്നത്. ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിങ്ങി കാത്തല്ല വിങ്ങിപ്പൊട്ടി ഇരിക്കും. അയ്യോ, ഇതൊക്കെ മേടിക്കണ്ടേ, സമയമായല്ലോ, ഈ അണ്ണൊന്ന് വരണ്ടേ. പിന്നെ ഇത് ഈ മെഴുകൊക്കെ കൊണ്ട് ഉണ്ടാക്കുമല്ലോ, മെഴുക് കൊണ്ട് ഉണ്ടാക്കുന്നൊരു ഇതാണ്. എന്ത് പറഞ്ഞ് മനസ്സിലാക്കിയത്? തടി. അതാണ് ഇത്. നമ്മൾ ഈ കവർ എടുത്തതിന് ശേഷം ഈ ഇതളുകൾ ഇങ്ങനെ മേപ്പോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ അവർ നമുക്ക് അയച്ചു തരുന്നതുകൊണ്ട് ഇങ്ങനെ അങ്ങ് അയച്ചു തരുന്നത്. ഇത് അറേഞ്ച് ചെയ്യണം. അത് നമുക്ക് വീട്ടിൽ വെക്കാൻ പോകുന്ന സമയത്ത് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ് ഇട്ടേക്കുക. അങ്ങനെ ആ കവർ കണ്ട സ്ലാപ്ലർ അടിച്ച് അങ്ങനെ തന്നെ വെച്ചേക്കോട്ടോ. പിന്നെ ഉള്ളത് വേറെ സ്റ്റാൻഡാണ്. ഒരു സ്റ്റാൻഡാണേ. ഇതിനകത്ത് 2 പിന്നെ അല്ലല്ല, ഇത് 2 ഗ്ലാസിൻ്റെ ഇതാണ്. ഈ സാധനം 2 ഉണ്ട്. ഈ ഗ്ലാസിൻ്റെ ഇത് നമ്മൾ 2 ഇറക്കി വെച്ചതിന് ശേഷം, ഇത് പാർട്ടീഷനിലല്ല, റൂമിൽ വെക്കാനാ. റൂമിൽ എൻ്റെ മേക്കപ്പ് ചെയ്യുന്ന ആ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ ഇങ്ങനെ ആക്കി. അപ്പോൾ ഈ കുഴൽ പോലത്തെ സംഭവം നമ്മൾ ഇങ്ങനെ ഇടുന്നു. അതിനകത്ത് ഫ്ലവർ വെക്കണം.
അപ്പം അതിനും 2 സെറ്റ് ഫ്ലവർ വേണം. ഇത് ഗ്ലാസ് ആട്ടോ, അപ്പോൾ ഇത് പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്യാതെ വെച്ചേക്കുന്നത്. അബദ്ധം വെച്ചാൽ പൊട്ടിപ്പോയാൽ കഴിഞ്ഞില്ലേ. അതാണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് അതിൻ്റെ ഇതാണ്ടേ, ഇങ്ങനെ ഇടും. ഈ ഒരെണ്ണവും ഉണ്ട്, അതും ഇടും. അല്ലെങ്കിൽ വേണ്ടി ഇത് വെച്ചാലും മതി. നമുക്കൊന്ന് സെറ്റ് ആ ഓ ഈ സാധനം വെച്ചാലും മതി. കൊള്ളാം, ആയിരിക്കും, രസമായിരിക്കും. എന്തായാലും നമുക്ക് സാധനം മേടിക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ അതുപോലെ അങ്ങ് എടുത്ത് വെച്ചേക്കട്ടെ. ഗ്ലാസ് വല്ലതും പൊട്ടിപ്പോയാൽ പിന്നെ എൻ്റെ ആകെയുള്ള പ്രതീക്ഷയും പോകും, എല്ലാം പോകും. അപ്പം അത് ഇപ്പം എത്ര ആയി? 1 2 3 4 ആയതേ ഉള്ളൂ ഫ്രണ്ട്സ്. 4 ആണ്ട. ഇതും എൻ്റെ ഒരു തൂവൽ സാധനം മേടിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ദാണ്ട ഈ ഒരു ഫ്ലവറിൻ്റെത് 4 ഉണ്ടായി. ആണ്ടേ ഒന്നുകൂടെ ആ ഓക്കെ 4 ഉണ്ട്. ഈ 4 4 സ്ഥലത്തായിട്ട് വെച്ചാൽ ഭംഗി കാണും. വാഷ് ഏരിയയിൽ ഒന്ന് ഇപ്പുറത്ത് ഞാൻ ഇങ്ങനെ മൈൻഡിൽ കരുതി വെച്ചിട്ടുണ്ട് എവിടെയൊക്കെ വെക്കണം എന്നുള്ളത്. ശനിയാഴ്ച ചെന്നിട്ട് എനിക്കിതെല്ലാം അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇത് ദാണ്ട ഒരു 4. അതെ, അതൊരു സ്മെല്ല് കേട്ടോ, ഭയങ്കര സ്മെല്ല്. പിന്നെ ഇത് കണ്ടോ, ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള 2 കപ്പ് പോലത്തെ സംഭവമാണ് കേട്ടോ. അയ്യോ എൻ്റെ അമ്മേ, ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. കണ്ട രസമില്ലേ? ഇതിനകത്ത് ഫ്ലവർ ഒന്നും ഇടണ്ട കേട്ടോ, ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ ചുമ്മാ ഷോയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. രസമുണ്ടല്ലേ? ഇത്ര നാളായി ഞാൻ ഏകദേശം 1 മാസമൊക്കെ ആയിട്ട് കുറേശ്ശെ ഇങ്ങനെ മേടിച്ചതാണ് കേട്ടോ. പിന്നെ വിചാരിച്ചു ഈ ചവിട്ടിയുടെ കാര്യം വന്നപ്പോൾ എനിക്കങ്ങ് ടെൻഷനായി. ചവിട്ടി എനിക്ക് പറ്റിക്കപ്പെട്ടപ്പം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഒന്ന് പോകണേ ചുമ്മാ ഫ്രണ്ട്സ്. ഈ ചവിട്ടിയുടെ സംഭവം വന്നപ്പോഴത്തേക്ക് എനിക്കങ്ങ് ടെൻഷൻ. അയ്യോ എല്ലാം മേടി ഇഷ്ടപ്പെട്ട അങ്ങനത്തെ സാധനമൊക്കെ മേടിക്കുമ്പോൾ അതും നമുക്ക് ഇതായി പോവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഓർഡർ ചെയ്യുന്നത് നിർത്തിയതാണ്. അതിന് മുമ്പ് വാങ്ങിച്ചു വെച്ച സാധനങ്ങളാണ് കേട്ടോ. ഇതും നമുക്കൊരു ഫ്ലവർ ഇടുന്ന ഒരു സാധനമാണ്. ഇത് 2 ഓൺലൈനിൽ കാണിച്ചത്, പക്ഷേ ഓർഡർ ചെയ്ത് വന്നപ്പോൾ 1 ഉള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വെക്കണം. അതെ, പക്ഷെ ബാക്കിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ല ബാക്കിയൊക്കെ ഞാൻ പൈസ അനുസരിച്ചൊക്കെ ഓർഡർ ചെയ്തത്. അണ്ണ ഇതെനിക്ക് ഒട്ടിക്കുന്ന കേട്ടോ, ഇത് ഞാൻ മേടിച്ച് വെച്ചത്. അത് എനിക്കറിയത്തില്ല അണ്ണ, എനിക്കത് കണ്ട വാഷിംഗ് ഏരിയയിലോ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ഒട്ടിച്ച് സെറ്റ് ആക്കണം. അതൊരു സാധനമാണ്. അതൊക്കെ നമുക്ക് ശനിയാഴ്ചത്തേക്ക് വെച്ചേക്കുവാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതെല്ലാം ഇതിനെ തിരിച്ചെടുത്ത് 40 സാധനങ്ങളൊന്നും ഇല്ല, ഏകദേശം ഒരു 10 എങ്ങാണ്ടേ ഉള്ളൂ. 10 എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ ഈ ബാഗിൽ കയറ്റി വെച്ചിട്ട് നമുക്ക് പോയി ഒന്ന് പോകണ്ടേ വയ്ക്കാം. എന്നിട്ട് പിന്നെ ഇതെല്ലാം ഇനി അന്നേരം എനിക്ക് ഒത്തിരി സാധനം മേടിക്കാനുണ്ട് ഫ്രണ്ട്സ്. 43 വേണം എനിക്ക്. 43 ഉണ്ട്. ഞാൻ സ്ഥലം എണ്ണി പറകോള. ഇല്ല 41 വേണം അണ്ണേ. അല്ല പിന്നെ 41 മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ പുതിയ വീട്ടിൽ അതല്ല, പുതിയ വീട്ടിൽ പുതിയ സാധനങ്ങളെ വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വെക്കാത്തത്. അപ്പം പാലുകാഴ്ച കഴിഞ്ഞൊക്കെ ആണെങ്കിൽ എനിക്ക് ഈ ഷോയിലായിട്ട് ഇവിടെ ഈ ഷോക്കേസിൽ തന്നെ കുറേ സാധനങ്ങൾ, ഇതും തോപ്പാട്ടയാണ്, ഷോക്കേസിൽ തന്നെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് നമുക്ക് കൊണ്ട് വെക്കാനായിട്ട്. അപ്പോൾ അത്രയും മേടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാം. ഇതെല്ലാം പൊട്ടാതെ എടുത്ത് തിരിച്ചങ്ങ് വെക്കാം. മതി. അപ്പം നമുക്ക് പോവാം ഫ്രണ്ട്സ്, ഡ്രസ്സൊക്കെ എടുക്കണ്ടേ. ബാ. അപ്പം നമ്മുടെ ഇറങ്ങി ആ അമ്പലത്തിൻ്റെ പിന്നെ മതിലിൻ്റെ കല്ല് മൊത്തം ഇടിഞ്ഞു വീണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. അണ്ണനും വിശക്കുന്നത് എനിക്കും വിശക്കുന്നത്. ഞങ്ങളൊന്നും വെച്ചില്ല. കാരണം ഇന്നലെ വീട്ടിൽ വൈകിട്ട് അത്ത വന്നിട്ട് മെനഞ്ഞാന്ന് രാത്രിയില്ലേ അത്ത വന്നത്. അപ്പം ഇന്നലെ രാത്രി വൈകിട്ട് ഇവർ അത്തായി കാണണമെന്ന് പറഞ്ഞു പോയി. അത്തായി കാണണമെന്ന് പറഞ്ഞു പോയി. ഇവരെല്ലാരായിട്ട് വീടൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞപ്പം ഒരു ഏകദേശം ഒരു 8-8:30 ആയപ്പോ ഇവര് വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഞാൻ പറഞ്ഞു വാ ഞാൻ അങ്ങ് പുനലൂർ ആക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട അണ്ണൻ നമുക്ക് ഒരുമിച്ച് ഇനി പൊന്നു പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പൊന്നൂസും മോണ്ടനും അങ്ങനെ വീട്ടിൽ ഇരുന്ന് അണ്ണന് പിന്നെ പണിക്കാര് പണിയുണ്ടെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ട് ഇവള് പറഞ്ഞു കുഴപ്പമില്ലെന്ന്. പിന്നെ വിളി എപ്പം വരും അങ്ങനെ ഇരുന്ന് 2:10 2:15 ആയപ്പോഴേ സമയം നോക്കി വന്നത്. എന്നിട്ട് ഇവിടെ വന്ന് കിടന്നുറങ്ങി ഉറക്കം മുഴുത്തില്ല. രാവിലെ അപ്പം വെള്ളിയാഴ്ച നാളെ ടൈലിന്റെ എപ്പോസ് ചെയ്യുന്ന ദിവസമാണ്. അപ്പൊ ഇന്നലെ മൊത്തം ക്ലീനിങ് ചെയ്ത് പണിയെല്ലാം തീർത്ത് ഇന്ന് ആരെയും കയറ്റാൻ ഒക്കത്തില്ല.
രാത്രി തീർത്തേ പറ്റുമായിരുന്നു. അപ്പൊ ഇന്നുകൂടെ ഞാൻ മോനൂട്ടനെ പൊന്നിച്ച് സ്കൂളിൽ വിടണം. വെള്ളിയാഴ്ച ക്ലാസ് ഇല്ല, ശനി ഞായർ, പിന്നെ തിങ്കളാഴ്ച അവരെ വിടാൻ പറ്റത്തില്ല, നമ്മള് പോയിട്ടൊക്കെ വരുന്നതിന്റെ ആ ഒരു മോനൂട്ട ഒത്തിരി ഹോംവർക്ക് കിട്ടും പോണോന്ന് പറഞ്ഞാൽ അങ്ങനെ രാവിലെ ഒന്ന് ഉറക്കം ശരിയാവാതെ എണീറ്റ് എന്തൊക്കെയോ വിളിക്കാൻ പോകുന്നതിന്റെ അന്ന് വെളുപ്പാങ്കാലം അവൻ പോയി. അവന് മടിയില്ല, അവന് സ്കൂളിൽ പോണം. നമ്മൾ പോവണ്ടെന്ന് പറഞ്ഞാൽ അവന് പോണം. പിന്നെ നിരുത്സാഹപ്പെടുത്തണ്ട, കിട്ടാനാ കാത്തിരിക്കും മോനൂട്ട. ഇല്ല ഞാൻ പോവും, എയർപോർട്ടിൽ പോയിട്ട് വന്നേന്റെ അന്ന് ഞാൻ പറഞ്ഞു മക്കളെ ഇന്ന് പോണ്ട, എനിക്ക് പോണം, അവന് പോണം. അങ്ങനെ അപ്പൊ ഇന്ന് അങ്ങ് സ്കൂളിൽ രാവിലെ ഓരോന്നൊക്കെ തട്ടി കുട്ടി അങ്ങ് പെട്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്റെ പിന്നെ തൂക്കൽ തുടക്കലൊക്കെ ആയതുകൊണ്ട് ഫുഡ് ഉച്ചത്തേക്ക് ഞങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അപ്പം നമുക്കിപ്പോ പോയിട്ട് മഴയാണെങ്കിൽ ചെറുതായിട്ട് മിന്നി നിൽക്കും, പിന്നെ ചെറിയ കാറ്റ് വെയിൽ കഴിഞ്ഞിട്ടാണ് വലിയ മഴ പെയ്തത്. അപ്പൊ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു, വലിയ മഴ പെയ്ത് പെയിന്റ് അടിക്കാൻ പറ്റുമോ ടെൻഷനായിരുന്നു. തോന്നാൻ കിട്ടുമായിരിക്കും. എന്തില്ലേ അന്ന് ദിവസം ഇച്ചിരി വെളിച്ചം കാണണേന്നാ പ്രാർത്ഥന. അപ്പൊ നമുക്ക് ചോറ് കഴിക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അണ്ണൻ പറയുന്നുണ്ട് ഇനി പാല് കാച്ചിനെ ഞാൻ ബിരിയാണി കഴിക്കൂ, അല്ലെങ്കിൽ തന്നെ ഒരു 5 ദിവസമായി നല്ലപോലെ ഉറങ്ങിയിട്ട് ബിരിയാണി കഴിച്ചാൽ ഇന്ന് എനിക്ക് നിൽക്കാൻ ഒക്കത്തില്ലെന്നേ. അതുകൊണ്ട് ഞങ്ങൾ നല്ലൊരു ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അയല പൊരിച്ചത് വാങ്ങിച്ചു, അണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കണവാത്തോരൻ, അങ്ങനെ അതും കൂട്ടി നല്ല അടിപൊളി ഒരു ചോറ് കഴിച്ചു. അവസാനം പായസം ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ പ്രഥമൻ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു നോൺ വെജ് സദ്യ കഴിച്ചു. ആദ്യം എന്തേ ചവിട്ടി ഉണ്ട്, അണ്ണന് വേണമെങ്കിൽ നോക്കിയോ ചവിട്ടി. അതല്ല ഇത് നോക്കുമത്തേ. അയ്യോ ഇതൊന്നും പറ്റത്തില്ലല്ലേ, ഇതൊക്കെ കൊച്ചതാണ്. അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതിന്റെ വലുതുണ്ടോന്ന് ചോദിക്കോ, കാണത്തില്ല, കാണാൻ ചാൻസ് കുറവില്ല. ആണ്ടടാ ഇതിന്റെ വലുതുണ്ടോ, ഈ രണ്ടെണ്ണത്തിന് വലുതുണ്ടോ? അല്ലല്ല, സെറ്റിയുടെ ഈ ടേബിളിന്റെ അടിയിൽ അത് കൊള്ളാം, അത് കൊള്ളാം. അയ്യോ നോക്കട്ടെ, അതിന്റെയും വലുത് വേണം. ശരിയാ, 629. ഡിസ്കൗണ്ട് ഇല്ലേടി? ശരി, ഇതിന്റെ വേറെ കളറുണ്ടോ? അതും ഇല്ലേ, ഒരെണ്ണേ ഉള്ളോ? വാട്ട് ഒന്ന് അതുകൊണ്ട് അത് 2. കർട്ടന്റെ അതേ കളറ് ഇത് കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ എടുത്ത പോവാണ് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി അപ്പുറത്തോട്ട് പോകാമേ. ഞാൻ ഇത് ലാസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് കാണിക്കാമൊന്നും ഇല്ല, എന്നാലും കാണിക്കാം. ഇതാ ഞാൻ വലുതെടുത്തത്. ഇത് മതിയല്ലോ, ഇത് വലുത്. അത് ഇതിന്റെ സെറ്റിയുടെ അവിടെ അതങ്ങ് മാറ്റി എടുത്തതാ. ആൾക്കാരെടുത്ത് നോക്കിയപ്പോ ഞാൻ അതിനോട് പറഞ്ഞു അത് 2 ബാത്റൂമിന്റെ ഫ്രണ്ടിലിടാനാണേ. ഇല്ലല്ല, വേറെ 2 ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിരിപ്പില്ല. ഇത് 3 റൂമിന്റെ. ഇനി ഹാളില് ഫ്രണ്ടിലോട്ട് കയറുന്നിടത്ത് വേണം അടുക്കളയുടെ. ഇത് ഇത്രയും ഞാൻ എഴുതിയ ആൾക്കാരെ അതിന്റെ കൊടുത്താൽ മതി. ഇനി 2 കൂടെ 2 വേണം. അതിന്റെ അതേ ഉള്ളന്നെ. സ്റ്റെപ്പിന് മേളിലോട്ടോ. ഓ ഓ ഓ ഓ അത് കൊള്ളത്തില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എടുക്കേ. അത് കൊള്ളാം. അങ്ങനെ പിന്നെ ചെറുത് വേണം, ചെറുത് കേട്ടോ. അതെ, ഇതുപോലെ റോസ് ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ചെണ്ണം വേണം. അത് അത്യാവശ്യമാണ്. അങ്ങനത്തെ ചിലപ്പോൾ പീസ് കാണും. എത്ര പീസെന്നൊക്കെ? 3 പീസോ? ഇഷ്ടമുള്ള കളർ എടുക്കാമല്ലോ. ഇതെടുക്ക്, ഈ റോസ്. അത് 3 പീസേ. ഓക്കെ, എടുത്ത സാധനങ്ങളൊക്കെ ഇടൂ. ഇത് സിംഗിൾ പീസാണോ? 100 സംതിങ്. കാണാൻ കൊള്ളാവുന്ന നോക്കി എടുക്കണേ. അണ്ട് ഇങ്ങോട്ടുണ്ട് കേട്ടോ, കുഞ്ഞു ബൗൾസ്, വലിയ ബൗൾസ്. സാധാരണ ഞാൻ കാണിക്കുന്നൊന്നും സെറ്റ് ആവുന്നില്ല അങ്ങോട്ട്. അണ്ണൻ പറയാം ഗ്ലാസ്സിൽ ഉപ്പിട്ട് നീ വെക്കുവോ, നീ ഇത് പൊട്ടിക്കുമോന്ന്. പക്ഷേ വലുത് ഉണ്ടായിരുന്നല്ല, അല്ല ചെറുത് മീഡിയം. പ്ലാസ്റ്റിക് വേണ്ട, അത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഓ അന്നെ ഇതും കൊള്ളാം. ഇതൊരു ഫാഷൻ ഉണ്ട്. ഇത് നമ്മുടെ കബോർഡിന്റെ കളർ. അല്ലെങ്കിൽ ഇങ്ങോട്ടുണ്ട്. ദാണ്ടേ അണ്ണേ, ദാണ്ടേ ഏതാ
എങ്കിൽ ഇത് മതി, അതൊരു ലുക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ സെറ്റ്. ആ മതി, അതും വെക്കൂ. യോ ഇതെല്ലാം കൂടെ ഞാൻ എടുത്തോണ്ടിറങ്ങണം. എൻ്റെ പഠിച്ചോനെ എണ്ണം വെയ്യണ്ണ മാറ്റി. വേറെ എന്തൊക്കെയാണെന്ന് ഞാൻ ഓർക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു ബൗള് വേണേ. സത്യം പറഞ്ഞാൽ എടുക്കാൻ വന്നപ്പോൾ ഞാനങ്ങ് മറന്നുപോയി. അതിന് ബൗള് അതുകൊണ്ട് ഇതുപോലെ കൊച്ചു ബൗള് മതി കേട്ടോ. കാരണം മുറത്തിൽ നമുക്ക് അരി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇത്രയും സാധനം കൊണ്ടുപോകണം. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ബൗൾ. ഓപ്പണായിട്ട് അരി പക്ഷെ മതി. ചെറുത് മതി, ഇത് മതിയായിരിക്കും. യോ 400. അപ്പം ഞാൻ അവിടെ അങ്ങ് വെച്ച് തന്നെ ഇതാണ്ട കലം, ഈ കലം. യോ എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. കൊടുത്താൽ മോനെ. മീഡിയം മതി കേട്ടോ. അത് മതിയിട്ട് മതി. അപ്പം അതേ നമുക്ക് പാല് കാച്ചാനുള്ള കലം, തവി, അടപ്പ്, കപ്പ് എല്ലാം സെറ്റ്. വലുതാണോ? ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ എനിക്ക് മൊന്നൂസിനും മോണ്ടനും ഡ്രസ്സ് എടുക്കുന്നില്ല. ഞങ്ങൾക്ക് ഡ്രസ്സ് വരും, അത് ഞാൻ ആ വ്ളോഗിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന കളറ് വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ എനിക്കും പൊന്നൂസിനും മോൻകൂട്ടനും വൈറ്റ് കളറാണ്. അപ്പോൾ അണ്ണനും വൈറ്റ് തന്നെ വേണമല്ലോ. സാധാരണ ഇഷ്ടമല്ലാത്തൊരു കളറാണ് വൈറ്റ്, പക്ഷേ എക്സിക്യൂട്ടീവ് ലുക്ക് വൈറ്റ് തന്നെയാണ്. അങ്ങനെ അണ്ണൻ കുറേ വൈറ്റൊക്കെ നോക്കിയിട്ട് അണ്ണൻ അങ്ങോട്ട് ഒന്നും പിടിക്കുന്നില്ല. പിന്നെ എന്നോടുള്ള ഒരു ഇതിന് ഞാൻ എടുക്കാം, നോക്കട്ടെ എന്നുള്ളൊരിത് പറയാണ്. അങ്ങനെ പാൻറ്റൊക്കെ നോക്കി ഷർട്ട് അവർ തിരഞ്ഞെടുത്ത് അവസാനം ഒരു ഷർട്ട് കണ്ണിന് പിടിച്ചു. അതിട്ട് നോക്കാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ അനിയന് കുറേ ഷർട്ടൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അതിൽ എനിക്കൊരെണ്ണം ഇഷ്ടപ്പെട്ടു. അണ്ണനും കൂടെ കാണിച്ചിട്ട് ലാസ്റ്റ് എടുക്കാമല്ലോ എന്ന് കരുതി അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അണ്ണൻ എടുത്ത ഷർട്ട് ഇതാണ്. സിംഹമൊക്കെ വരുന്നുണ്ട് നെഞ്ചത്ത്. സത്യത്തിൽ നെഞ്ചത്ത് ഞാനാണ് വരേണ്ടത്. മുത്തു വെച്ച് സിംഹത്തിനെയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വർക്കാണ്. അപ്പം അണ്ണൻ എടുത്ത ഷർട്ടും പാൻറ്റുമാണിത്. സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. 3:30 മണിയായി. പൊന്നൂസിനെ മോണ്ടനെ സ്കൂളിൽ വിട്ടു. അണ്ണൻ ഓടി പോയിട്ടുണ്ട് വിളിക്കാൻ. ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയ്ക്കും അണ്ണൻ്റെ അമ്മയ്ക്കും കൂടെ നൈറ്റി എടുത്ത് ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞാൻ വെളിയിറങ്ങി നിൽക്കുവാണ്. അണ്ണൻ അതിനിടെ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നെ 2 എണ്ണവും കാറി കയറിയിട്ട് ഭയങ്കര വഴക്കന്ന്. അങ്ങനെ നമ്മൾ മോനൂട്ടനെ കാറിൻ്റെ വീട്ടിലാക്കാൻ വന്നതാണ്. എൻ്റെ ലുക്കേത്തക്ക് മോനൂട്ടൻ്റെ യൂണിഫോം ഊരിയിട്ട് നല്ല വേറെ ഡ്രസ്സ് ഞാൻ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അതിട്ടിട്ട് അവനെ എങ്ങ് ഇവിടെ അത്താഴത്താക്കണം. പൊന്നൂനെ സ്കിൻ ഡോക്ടറെ കാണിക്കാൻ പോവാം. പൊന്നൂൻ്റെ മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നു കേട്ടോ. അപ്പം അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ബാ നിർത്ത്, പോവാം. കഴിഞ്ഞപ്പോൾ ഭയങ്കര തലവേദന. ഇത് കിടന്ന് ചുമ്മാ മൂളിക്കൊണ്ടിരിക്കും. അണ്ണേ അവക്കൊരു നെയ്യപ്പം എനിക്കൊരു മോദകം. ചായ കുടി. അണ്ണനും അങ്ങ് ഉറക്കം വരും. ഭയങ്കര തലവേദനയെന്ന്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നു. ഫ്രണ്ട്സ് മോനക്കുട്ടനെ പിന്നെ ഞങ്ങളുടെ അമ്മ അവിടെ എന്തെങ്കിലുമൊക്കെ കൊടുത്തോളും. അവൻ ചായ കുടിക്കത്തില്ല. ഇതൊക്കെ ചായ വേണ്ട. ഞങ്ങൾക്ക് സൈക്കിൾ കിട്ടിയ വീഡിയോ എല്ലാവരും കണ്ടെല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം. പിന്നെ നമ്മള് പുതിയ വീട്ടില് കേറിയിട്ട് നമ്മൾ സൈക്കിളിന്റെ ഒരു ബോർഡും അതെല്ലാം ഫസ്റ്റ് ടൈം നമ്മുടെ പുതിയ വീട്ടിൽ വെച്ച് ഓടിക്കാൻ പോവാണ്. പിന്നെ ഈ വരുന്ന സൺഡേ ആണ് നമ്മുടെ പാലയാച്ച്. അപ്പം വിളിച്ചവര് എല്ലാവരും കൂടെ വരാം. പിന്നെ ഞങ്ങൾ നിങ്ങളെയും കൂടെ വിളിക്കുന്നു. ഒത്തിരി ഉണ്ടല്ലോ. പൊന്നൂനെ എന്നാ വെച്ചോ പൊന്നു അങ്ങ് പിടിച്ചോ ഒത്താടെ. അതവിടെ വെച്ചു. അതെന്തൊക്കെയുണ്ട്? 2 നെയ്യപ്പവും മോദകവും പിന്നെ ഒരു മോദകവും. ഇത് അണ്ണൻ ഉഴുന്നുവടയും ഉള്ളിവടയും പിന്നെ ചട്നിയുണ്ട്. പലവരും പറയാറുണ്ട് ഞങ്ങളെ ഒന്നും വിളിച്ചില്ല പാലുകാച്ചിന് എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ വീഡിയോ വഴിയെ നിങ്ങൾ എല്ലാവരും വിളിക്കുകയാണ്. എല്ലാവരും വരണം, തീർച്ചയായിട്ടും വരണം. എന്നിട്ട് വന്നിട്ട് ഞങ്ങളെ പരിചയപ്പെടാൻ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്. അവളെന്താ പറയുക അവൾക്ക് അറിയത്തില്ല കേട്ടോ. സൈക്കിളിന്റെ കമ്പിയില് വെച്ചേക്കുന്ന പ്ലാസ്റ്റിക്കും പിന്നെ ഈ ബേസ് ബോർഡൊന്നും ഇവര് ഇളക്കിയിട്ടില്ല. പുതിയ വീട്ടിൽ ചെന്നിട്ട് ഓടിക്കാൻ പറഞ്ഞ് വെച്ചേക്കുവാ. ഹാളില് ചുമ്മാ ചവിട്ടും ഇപ്പോഴത്തെ. പിന്നെ ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഞായറാഴ്ച ഞങ്ങളുടെ സ്വപ്ന ദിവസം. എങ്ങനെയെങ്കിലും ഇന്ന് ഞായറാഴ്ച ആയാൽ മതിയെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. കാത്തിരിക്കുക. ഞാൻ പൊന്നൂര് പണ്ട് സ്വിമ്മിങ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയം നമ്മളിങ്ങനെ ഈ ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് കുറെ ഓയിൽമെന്റ് ഒക്കെ തന്ന് പെരട്ടി മുടി കൊഴിച്ചിലൊക്കെ മാറിയതാ. പിന്നെ ഇപ്പോഴും കൊഴിയുന്നു അതേപോലെ തന്നെ. അപ്പൊ എനിക്കങ്ങ് പേടിയാണ്. അതുകൊണ്ട് ചീകുമ്പോ എന്നെക്കാളും അങ്ങ് പൊഴിയുക. എന്റെ പൊഴിച്ചിലുണ്ട്, എന്നെക്കാളും ഭയങ്കരമായിട്ട് പൊഴിയും. പിന്നെ വെച്ചോണ്ടിരിക്കേണ്ട കാണിച്ചേക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോകാം കേട്ടോ. പത്തനാപുരത്ത്
ഇപ്പൊ സ്കിൻ ഡോക്ടർ 6 മണി വരെ ഉണ്ട്, അങ്ങോട്ട് പൊക്കോണ്ടിരിക്കാം നമ്മള്. ചായ കുടിച്ചിട്ട് കാണാം. അയ്യോ 10 മണി മഴ പെയ്ത് ഇവിടെയൊക്കെ മഞ്ഞ് പോലെ. അപ്പം നമ്മൾ കൊറിയർ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ വിളിച്ചു പറഞ്ഞു കൊറിയർ വന്നിരിക്കുന്നു, അപ്പോൾ 6 മണിക്ക് മുമ്പ് വന്നില്ലെങ്കിൽ അടയ്ക്കും കേട്ടോ. ഇത് അത്യാവശ്യ സാധനങ്ങളൊക്കെയാണ്. ഞാൻ ബെഡ്ഷീറ്റ് മറ്റേ മാഷാള്ള സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അണ്ണൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പൊന്നൂനെ നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയിൽ പൊന്നൂസിനെ കാറുടെ വീട്ടിൽ അത്താടെടുത്ത് അമ്മടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പിന്നെയും ടൗണിൽ വന്നു കേട്ടോ. കാരണം ഈ 3:30 നമ്മൾ ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് 3:30 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3:30 മണിയായപ്പോൾ പൊന്നൂസിനെ മോണ്ടിനെ വിടുന്ന സമയപ്പോൾ അണ്ണ എന്നോട് പറഞ്ഞു എടുത്ത സാധനങ്ങളൊക്കെ പെട്ടെന്ന് ബില്ലടിച്ചിട്ട് നീ വെളി ഇറങ്ങി നിൽക്കും, ഞാൻ കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ട് വരാൻ. അങ്ങനെ അണ്ണൻ കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ട് വന്നപ്പോൾ ഞാൻ വെളി ഇറങ്ങി നിൽക്കുമായിരുന്നു. അപ്പം അണ്ണൻ്റെ അത്താക്കും എൻ്റെ അത്തച്ചിക്കും ഷർട്ട് എടുത്തില്ല. എൻ്റെ അനിയന് അണ്ണൻ്റെ അമ്മായിക്ക് എൻ്റെ അമ്മായിക്കൊക്കെ നൈറ്റി മേടിച്ചു, എൻ്റെ അനിയനൊരു ഷർട്ട് മേടിച്ചു. ഇനി അത്താമാർക്ക് 2 പേർക്കും ഓരോ ഷർട്ട് എടുക്കണം, അതേ ഉള്ളൂ. പിന്നെ എനിക്ക് ഫൗണ്ടേഷൻ കാര്യം അതൊക്കെ തീരാറായി, അതൊക്കെ അത്യാവശ്യമാണല്ലോ. അപ്പോൾ ആ സംഭവങ്ങൾ മേടിക്കണം. അണ്ണൻ്റെ എടുത്തുകൊണ്ട് വരുന്നു, അപ്പോൾ അത് മേടിക്കണം. പിന്നെ എനിക്ക് മാല കമ്മൽ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചാൽ മതി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കാറുടെ വീട്ടിൽ പോയി അത്തച്ചിക്കും അമ്മച്ചിക്കും ഒക്കെ ഇതൊക്കെ കൊടുക്കുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കുന്നു. ഇന്ന് രാത്രി നൈറ്റ് വീട്ടിൽ പണിക്കാരില്ല. ഇന്നലെ രാത്രി 2-2:15 വരെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയെന്ന്. ഇപ്പോൾ ഞാൻ പിന്നെ അത്തായിട്ട് വേണം, അത്ത പോയി കിടന്നു. അത്ത സാധാരണ വരുമ്പോൾ ഞാൻ വിളിക്കാമെന്ന്. അത്തായൊക്കെ കഴിച്ചിട്ടിരുന്നു, ക്ഷീണമായിരുന്നു. അങ്ങനെ ഇതേണ്ട സാധാരണ നടന്നു വരുന്നു. അപ്പോൾ ഇവിടെ ഒക്കെയാണോ? ഇവിടെ മോനുട്ടൻ്റെ ഇത് കിടക്കുന്നു. അവിടെ ഡിക്കി സ്ഥലമില്ല മുത്തേ, ഡിക്കിയിൽ സ്ഥലം ഉണ്ടോ? പൊട്ടല്ലേ, ഇങ്ങോട്ട് വെക്കല്ലെങ്കില്. വീടരുതേ. അങ്ങനെ ഏകദേശം നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് അത്താമാർക്ക് ഷർട്ട് എടുത്തിട്ട് ഇനി കാര്യറെ കൊണ്ട് കാണിക്കുമ്പം ഇതൊക്കെ ഞാൻ പൊട്ടിച്ച് വേറൊരു വീഡിയോ എടുക്കാം കേട്ടോ. അത് നമുക്ക് വേറെ ഷോർട്സ് ആയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് നേരെ തുണിക്കട. ഏതാ? അയ്യോ മേടിച്ചോണ്ട് പോകാൻ മുത്തേ, ഞാൻ ഇവിടെ ഇരിക്കാം. ഫോൺ വേണോ? അണ്ണന്റെ. അത് നമ്മളിവിടെ നമ്മുടെ റോഡ്, നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറി പോകണമല്ലോ. നമ്മളിപ്പോ വീട് വെച്ച സ്ഥലം മെയിൻ റോഡിൽ നിന്ന് ബൈ റോഡ് പഞ്ചായത്ത് റോഡിലോട്ട് കയറണം. അപ്പോൾ ആ മെയിൻ റോഡിൻ്റെ അവിടെ നമ്മളൊരു ഫ്ലെക്സ് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം വരുന്നവർക്ക് അറിയണമല്ലോ. പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ നമ്മുടെ കാർഡ് തന്നെ ഫ്ലെക്സ്. പിന്നെ ഞാൻ ഫോട്ടോ, നമുക്ക് വെഡിങ് ആനിവേഴ്സറി കുറേ ഫോട്ടോ ഫ്രെയിം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ നേരത്തെ ഞാൻ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും ഈ ഫോട്ടോ ഫ്രെയിമൊക്കെ അയച്ചു തരുമായിരുന്നു കൊളാബ് ചെയ്യാൻ. ആ സമയമൊക്കെ ചെയ്യായിരുന്നു, ഇപ്പം ചെയ്തില്ല കേട്ടോ. അപ്പൊ ആ ഫ്രെയിമുകളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ എനിക്ക് ഇപ്പൊ എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്, ഇപ്പൊ കുറച്ച് നാൾ മുമ്പൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു കുഞ്ഞിന്റെയും മോനൂട്ടന്റെയും പൊന്നൂസിനെയും എൻ്റെ അണ്ണന്റെ എല്ലാം കൂടെ ഒരു ഫാമിലി ഫോട്ടോ കൂടെ നല്ല അടിപൊളിയായിട്ട് ഒന്ന് ഫ്രെയിം ചെയ്യാന്ന് വെച്ചു. അപ്പൊ അത് ആ കുറെ ഫ്രെയിമുകളുണ്ട്. അതെല്ലാം കൂടെ നമ്മുടെ ആ സ്റ്റെയർ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അവിടെ വേറൊരു പെയിന്റ് അടിച്ചേക്കുന്നത്, അവിടെ ഇങ്ങനെ എല്ലാം കൂടെ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. 2 ഫ്രെയിം ചെയ്യാൻ കൊടുത്തുള്ളൂ, ബാക്കിയൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതും മേടിച്ച് ഫ്ലെക്സും മേടിക്കാൻ വേണ്ടിയിട്ട് എണ്ണം പോയി. തൊണ്ട വേദന, എനിക്കറിയത്തില്ല, ഭയങ്കര തൊണ്ട വേദന. അപ്പം നമുക്കിനി എന്നിട്ട് അണ്ണൻ ഫ്രെയിം കൊണ്ടുവരുമ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഫ്ലെക്സും ഫോട്ടോ ഫ്രെയിമും കിട്ടിയില്ല കേട്ടോ ഫ്രണ്ട്സ്. അണ്ണം പോയപ്പോൾ അവർ പറയുകയാണ് നാളെ രാവിലെ ആവും, അവർ മറന്നുപോയി, പകുതിയെ ചെയ്ത് വെച്ചിട്ടുള്ളൂ, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അണ്ണൻ പറഞ്ഞു നിനക്ക് ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, നമുക്ക് ത്രെഡിങ് ചെയ്ത് എനിക്ക് ഷേവ് ഒക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു നമുക്ക് ശനിയാഴ്ച വൈകിട്ട് ചെയ്യാമെന്ന്, കാരണം ഞായറാഴ്ച ആകുമ്പോൾ ആ ഒരു ഇതിൽ നിൽക്കാമല്ലോ എന്ന്. പക്ഷേ അണ്ണൻ സമ്മതിക്കുന്നില്ല. അണ്ണൻ പറയണം എനിക്ക് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, എനിക്ക് സമാധാനമില്ല, എനിക്ക് അന്നത്തെ ദിവസമെങ്കിലും കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കണം, അന്ന് എനിക്ക് വീട്ടിൽ പണി കാണും, പന്തൽ കെട്ടാനോ അതിനും ഇതിനൊക്കെ ആൾ വരും എന്നൊക്കെ പറഞ്ഞ് അണ്ണൻ കഥ തുടങ്ങി. എങ്കിൽ പിന്നെ അണ്ണന് സമാധാനം കൊടുത്തേക്കാം, എല്ലാ പണിയും ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞു. ഷാജാനം മുടിയും താടിയൊക്കെ ഒതുക്കി സുന്ദരനായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് കുറച്ച് സാധനങ്ങളോടെ വാങ്ങണം. അത് ഞാൻ നാളെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടും അണ്ണൻ സമ്മതിക്കുന്നില്ല. ഇന്ന് തന്നെ എല്ലാം വാങ്ങിച്ച് ഒതുക്കണമെന്ന്. അങ്ങനെ നേരെ ഫാൻസി കടയിൽ പോയി മാലയും കമ്മലും വാങ്ങിച്ചു. എൻ്റെ ചുരിദാറിന് വൈറ്റ് ചേരുന്നത്. പക്ഷേ കമ്മൽ ഞാൻ ഇത് ഇടൂല, കമ്മൽ കുറച്ച് ഹെവി കമ്മൽ ഇടുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ കമ്മൽ വേറെ മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാട്ടിയും കൂടെ വാങ്ങിച്ചു. അപ്പോൾ കമ്മലും മാലയൊക്കെ സെറ്റ്, പിന്നെ ഫൗണ്ടേഷൻ, ഐലൈനർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നെ ഇവിടെ ഇറക്കി നിർത്തിയിട്ട് അണ്ണൻ കുഴിമന്തി വാങ്ങാൻ പോയതാണ് കേട്ടോ. അത്താക്കും അമ്മാക്കും പൊന്നൂസും മോണ്ടനെയൊക്കെ കൂടിയിരുന്ന് കഴിക്കാമല്ലോ. അങ്ങനെ മന്തിയും വാങ്ങിച്ചിട്ട് ഒരാളെ ഇങ്ങനെ വരുവാണ്. കാത്തു നിന്ന് തളർന്നു എന്ന് ഞാൻ ഡയലോഗ് അടിക്കാൻ പോയപ്പം വന്നു. സുന്ദരാ വേഗം പോ,
വേഗം പോവും ഒട്ടും വിശക്കുന്നമ്മാന്ന്. വേഗം പോകുന്ന വേണ്ട. അപ്പൊ അങ്ങനെ ഇപ്പൊ അതിന്റെ അടിയിൽ കയറിയാണ്. അയ്യോ ആ പച്ച എല്ലാവർക്കും അത്താടെ നോക്കട്ടെ. ആ പച്ച അത് സാധാരണ സെലക്ട് ചെയ്തേ. ആ ഡിസൈൻ ഉണ്ടല്ലോ. ഞാൻ ഒരു വെള്ള എടുത്തത്. അണ്ണൻ പറയാം ഇത് മതി. വെള്ളക്കകത്ത് പൂവുള്ളത്. അപ്പം അണ്ണൻ പറഞ്ഞ ഇതാ നല്ലതാണ്. വെള്ള വെറും വെള്ളയായി പോ. ആ കൊണ്ടുപോയി. ആ ബാ നമുക്ക് ചോറ് കഴിക്കാം. ബാ കാത്തിരിക്കുവായിരുന്നു ഞങ്ങളെ. വാ കഴിക്കാം. വാ വിശക്കുന്നു. വാ 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 വാ. ഒരെണ്ണത്തിനോട് ഇറച്ചി ഇങ്ങനെ മാറ്റിയിട്ട് എന്താ അമ്മ ചോറ് വലിയൊരു പാത്രം ഉണ്ടോ? അത്രേ ഉള്ളു. വലിച്ച് പൊട്ടിച്ചങ്ങ് ഇടി. ഇത് ചിക്കൻ അതങ്ങ് മാറ്റി. ഇത് നമുക്ക് കണ്ട ആ ചോറ് തട്ടിയാൽ മതി. ഇത് പൊട്ടിയിട്ട് സാധ്യത എന്നിട്ട് കട്ട് ചെയ്യണേ. എക്സ്ട്രാ മയോനൈസ് മേടിച്ചിട്ടുണ്ട്. അമ്മക്ക് അത്രയും കൂടി ഇങ്ങ് എടുക്ക്. അതങ്ങ് വലിച്ച് പൊട്ടിയിരുതാ. ആ മുമ്പ് കട്ട് ചെയ്യാനൊന്നും സമയമില്ല. വിശന്നിട്ട് ഇരിക്കാൻ വയ്യ. അന്ന് ആരോ വിളിക്കോ? ഞങ്ങളിവിടെ കളിക്കുവായിരുന്നു. ആണോ? ആ കട്ട് ചെയ്തിട്ടോ. ആ അതിങ്ങനെ വലിച്ച ഉടനെ അങ്ങ് വരും. ആ ചോറിട്ടോ. ഒരു പൊതിയും കൂടെ ഉണ്ടല്ലോ. അൽഫാമന്തി അത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി പൊന്നൂന് മോണ്ടനൊക്കെ. ദാണ്ട കത്രിക തരാൻ നില്ലേ. അമ്മ ഒരു തവി എടുത്തുണ്ടോ അമ്മ ചോറ് വിളമ്പാൻ? നിക്ക് മയോനൈസ് എടുക്കല്ലേ. അണ്ണയെ അല്ല അങ്ങനെ വിളിക്കാൻ തോന്നുന്നു. ഫോൺ വിളിച്ചു. ഫോൺ ആ ചെറിയ പീസാക്കി. മോനക്കുട്ടൻ പിന്നെ മന്തിയുടെ കൂടെ ഇത് തിന്നത്തില്ല. ചിക്കൻ തിന്നത്തില്ല. അവന് ഇഷ്ടമല്ല. ആ വിളമ്പ് മതി. വിളമ്പ് മോനക്കുട്ടനോട് ഇച്ചിരി ഇട്. ആ വെരി ഗുഡ്. ആ മയോനൈസ് ഒഴിച്ചു തരാം. കടിച്ച് പൊട്ടിക്കുവാ. പൊന്നു ഇന്നാ ചിക്കൻ എടുത്തോ? മോനക്കുട്ടന് വേണ്ടേ? ഒരു പീസ് എടു. ചിക്കൻ ലെഗ് പീസ് എടുത്തോ. ആ അത് മതി. ഞാൻ എടുക്കാം. ഞാൻ എടുത്തോളാം. അത്ത കഴിച്ചോ. കൊള്ളാമോ മോനുട്ടാ? സൂപ്പറാ. കഴിച്ചോ എന്നാ കഴിച്ചോ. കൊണ്ടുകൂടെ കൊടുത്താൽ അടിപൊളിയായിരിക്കും താ. ആ അത്താക്ക് പിന്നെ കടുത്ത കളറൊന്നും ചേരാത്തോണ്ട കടുത്ത കളർ എടുക്കാതെ. ഇത് കുറച്ച് ലൈറ്റ് പച്ചയില്ല. ആ ഓക്കെ. ഡാർക്കിൻ കുഴപ്പമില്ല. അടിപൊളിയല്ലേ? അങ്ങനെ ഇതും കഴിഞ്ഞു. കള്ളനും പോലീസും കളിയുടെ മയം ഒന്ന് ചെതഞ്ഞു തന്നില്ലേ പെട്ടെന്ന് എടുത്ത്. മോനുട്ടനെ നോക്കട്ടെ. എന്തുവാ അമ്മയോട് പറ. അവ ആദ്യമേ പറഞ്ഞു രാജാവാണ്. ആരാ പോലീസ്? അല്ല പോലീസ് ഞാൻ. ഞാനാ അമ്മ വേറെ എന്തോ വായിച്ചിട്ട്. ആ അപ്പൊ അമ്മ എന്ന കള്ളി അമ്മ. അവന്റെ ഒരു മന്ത്രി കാണിച്ചോട്ടെ. ആ രാജാവ് 1000. അപ്പൊ കള്ളി പൊന്നൂസായിരുന്നില്ലയോ? ഓക്കെ ശരി. എന്നാ അണ്ണേ എനിക്ക് പൂജ്യം. എനിക്ക് അടുപ്പിച്ച് പൂജ്യം അണ്ണേ. ഓഹോ എനിക്ക് റെക്കോർഡ് പൂജ്യം. 200. 500. അത്ത രാജാവാണോ? രാജാവ് മോനോട്ടനല്ലേ 1000. അത്ത മന്ത്രി. ആ ഇട്ടോ. ആ ഇന്നാ നീ ആദ്യം തന്നെ ഇട്. അമ്മായിക്ക് ഒരെണ്ണം എടുത്തോ പൊന്നു.
ഇതിലേത് വേണം? ഏതെങ്കിലും താ ഒന്ന്. ആ ഓക്കെ, ഇതൊന്നല്ലേ ആ 2 അമ്മ ചിത്താക്കി കൊടുക്കൂ. ആര് കാണാ തുറന്നു നോക്കണേ. അമ്മച്ചത് ഇങ്ങനെ വെക്കും. എന്തുവാ മുട്ടയാണോ നീ തന്നെ അല്ലേ എടുത്ത് നോക്കിയത്? പിന്നെന്തുവാ? എന്തുവാ പോലീസ് ആരാ? കിട്ടിയില്ല. അവൻ ഉദ്ദേശിച്ച സാധനം അവന് കിട്ടിയില്ല, അതിനാ കരയുന്നത്. പോലീസ് ആരാ? അത്താണോ പോലീസ്? കറക്റ്റ് ആണോ? വായിച്ചോ? എല്ലാരും എടുത്തോ. കള്ളനെ കണ്ടുപിടിത്താ. പോലീസ്. കള്ളനാരാ? കള്ളൻ അല്ല, ഞാനാ. അവ അത്താക്ക് 0. എനിക്ക് 800. അണ്ണേ എനിക്ക് 100. മോനുടനോ? രാജാവോ? എഴുത് കണക്കങ്ങോട്ട്. ഷിയാമ്മയ്ക്ക് 300. അപ്പൊ നമ്മളിത് പുനലു നാളത്തേക്ക് കിട്ടിയ കൊടിയാണ് കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങൾ നോക്കിയ കാറ് മുഴുവൻ സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ ബക്കറ്റ്, ഇത് അടിയിൽ വരെ സാധനങ്ങളാണ്. ഡിക്ക് നിറഞ്ഞിരിക്കുവാണ് സാധനങ്ങൾ. എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ. all of you happy independence day. ഓക്കെ, അപ്പം പുറകെ കവറുകളും സാധനങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കും, പല പല സാധനങ്ങളെല്ലാം. അപ്പം ഇനി ഒരു പരുവായി കേട്ടോ. ഇല്ല മോനെ, ഒരെണ്ണേ ഉള്ളൂ. അപ്പം മുത്തുമണീസ്, നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഡേ ഒക്കെ കഴിഞ്ഞു. അത്യാവശ്യം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചെന്നാണ് ഒരു ഉദ്ദേശം. അല്ലേ അണ്ണ? എല്ലാം മേടിച്ചെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ഇനി ബാക്കി വാങ്ങാനുള്ളതൊക്കെ പാല് കാച്ചി കഴിഞ്ഞു. അതിന് മുമ്പ് ഓടി നടന്ന് വെയ്യ അലയാൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ അതിനു മുമ്പേ നമ്മള് ഞായറാഴ്ച കേറുന്നതിന്റെ ഫുൾ സാധനമാണിത്. പിന്നെ എല്ലാവരും പാലയാച്ചിന് വരണം. അപ്പം വീഡിയോ തീരുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെൽ ബട്ടണും കൂടെ അമർത്തണേ.